Radio Prior, Voice of Kunamav, Voice of Saint Philomenas. Stories, Music, entertainment, GK, all you need. Radio Prior, Voice of Kunamav, Voice of Saint Philomenas. ഏവർക്കും ഒരിക്കൽ കൂടി റേഡിയോ പ്രയോറിലേക്ക് സ്വാഗതം. കൊറോണയുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞില്ലെങ്കിലും ഭയാശങ്കകൾ അകന്നില്ലെങ്കിലും വിദ്യാലയങ്ങൾ ഭാഗികമായി തുറന്ന് കടന്നു പോകുന്ന സമയവും വിദ്യാഭ്യാസത്തിന്റെ മൂല്യവും എത്രയോ വലുതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണിത്. ആർക്കും ജീവിതത്തിൽ നിന്ന് ഒരു വർഷം നഷ്ടമാവരുത് എന്നതിൽ നിന്നാണ് പരീക്ഷകൾ നടത്താനുള്ള തീരുമാനം. പരീക്ഷയ്ക്കായി കുട്ടികൾ പഠിച്ചിരിക്കണം എന്നതിൽ നിന്നാണ് സ്കൂളുകൾ തുറക്കാനുള്ള തീരുമാനം. ഇനിയുള്ള സമയം നഷ്ടമാകാതെ പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും. It is easy to feel a little sad when holidays are gone. But remember that education is an amazing opportunity. It sets the stage for a happy life. As you return to school, knowledge is likely a lamp. Every new thing you learn makes the light brighter. The new school days bring you new opportunities to shine. We are sending our praise, good thoughts, and all the best. Remember, the result of hard work is always sweet. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ പ്രിയോർ presented to you by Little Kites St. Philomenas HSS Kunamav. I am Agil Raju. And me, Stephena Francis. കൊമ്പത്ത്, ചന്ദ്രലേഖ, കല്യാണരാമൻ, കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ, കാര്യസ്ഥൻ തുടങ്ങിയ സിനിമകളിലെ ഗാനങ്ങളിലൂടെ മലയാളി മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ പ്രശസ്ത സിനിമാ സംഗീത സംവിധായക കൂട്ടുകെട്ടിലെ ബേണി ഇഗ്നേഷ്യസിലെ ശ്രീ ഇഗ്നേഷ്യസ് സാർ ഇന്ന് റേഡിയോ പ്രിയോറിലൂടെ നമുക്ക് സന്ദേശം നൽകുന്നു. സംഗീത സംവിധായകരായ ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിലെ ഇഗ്നേഷ്യസ് ആണ് ഞാൻ. നിങ്ങളുടെ വിദ്യാലയമായ കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനാസ് സ്കൂളിൽ ഒരു റേഡിയോ സ്ഥാപിച്ച വിവരം അറിഞ്ഞ് അത്യധികം സന്തോഷിക്കുകയും അതിനായി പ്രയത്നിച്ചവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. റേഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓർമ്മകൾ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയത്. പഠിക്കുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ റേഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അപ്പച്ചൻ ആലുവ PWD ഓഫീസിൽ ജോലി ചെയ്തിരുന്ന കാലമായിരുന്നതിനാൽ അവിടെയുള്ള PWD ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. കുറച്ചകലെ ഒരു കൊല്ലൻ്റെ വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അവിടെ നിന്നും പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ അപ്പച്ചനോട് അനുവാദം വാങ്ങി ഞാൻ കൊല്ലൻ്റെ ആലയിൽ പോയിരുന്ന് മുഹമ്മദ് റാഫി സാഹബിൻ്റെയും ലതാജിയുടെയും മനോഹരമായ പാട്ടുകൾ കേട്ട് ആസ്വദിച്ചിരുന്നു. അതിന് 1 മണിക്കൂറാണ് അപ്പച്ചൻ അനുവദിച്ചിരുന്നതെങ്കിലും ഞാൻ അതിൽ കൂടുതൽ സമയം ആ കൊല്ലൻ്റെ ആലയിൽ ചെറിയ തടിപ്പുറത്തിരുന്ന് പാട്ട് കേൾക്കുമായിരുന്നു. കൂടുതൽ സമയം ചിലവഴിച്ച് വലിയ സന്തോഷത്തിലായിരിക്കുമ്പോഴാണ് സമയം കഴിഞ്ഞല്ലോ എന്നോർത്ത് സങ്കടത്തിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് കാലം ഒരുപാട് കടന്നുപോയി. അപ്പോൾ എല്ലാ വീടുകളിലും റേഡിയോയും TV-യും കമ്പ്യൂട്ടറും ലാപ്ടോപ്പുകളുമൊക്കെ ധാരാളമായി വന്നു. ഇതെല്ലാം എല്ലാ വീടുകളിലും സർവ്വസാധാരണമായി തീർന്നെങ്കിലും നിങ്ങളുടെ സ്കൂളിലെ ഈ റേഡിയോ പരിപാടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റേഡിയോ പ്രിയോർ എന്ന ഈ പരിപാടി നിങ്ങൾക്കുള്ള വലിയ ഒരു പ്രോത്സാഹനമായിരിക്കും. കഴിവുകൾ അംഗീകരിക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടുകയും നമ്മളിലുള്ള കുറ്റവാസനകൾ മനസ്സിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ നാടിന് എന്നും അഭിമാനിക്കാവുന്ന വലിയ വലിയ കലാകാരന്മാരും നേതാക്കന്മാരും സാഹിത്യകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും എന്നുവേണ്ട ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ഉന്നതരായവരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നമ്മുടെ നാടിന് ലഭിക്കാൻ ഇത്തരം സാഹചര്യങ്ങൾ ഉപകരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ റേഡിയോ പ്രിയോർ എന്ന പരിപാടി ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സന്ദേശം ഉപസംഹരിക്കട്ടെ. നിങ്ങളുടെ സ്വന്തം സഹോദരൻ ഇഗ്നേഷ്യസ്, സംഗീത സംവിധായകൻ. ശ്രീ കമൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീ M ജയചന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച് സിത്താര ആലപിച്ച മനോഹര ഗാനം റേഡിയോ പ്രിയോറിലൂടെ കേൾക്കാം. ടെൻസിയിലെ റോസ്മേരിയുടെ ശബ്ദത്തിൽ. no
സുന്ദര സുദിനത്തിൽ റേഡിയോ പ്രിയോറിന് ആശംസകൾ അർപ്പിക്കുന്നത് സെന്റ് ഫിലോമിനാസ് HSS ഗണിതാധ്യാപകനും കുട്ടികളുടെ പ്രിയങ്കരനുമായ ശ്രീ സ്വരൻ സർ. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ക്ലാസ് മുറികളിലെ അധ്യയനം വീടുകളിലേക്ക് മാറിയപ്പോൾ സെയിൻറ്റ് ഫിലോമിനാസ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റേഡിയോ പ്രിയോർ എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ച നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്ററിനും അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും, കൂടാതെ പരിപാടികൾ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഏറ്റവും സുന്ദരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനുള്ള എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. താങ്ക് യു. രാജേഷേ, എങ്ങോട്ടാ? ഞാനേ സെന്റ് ഫിലോമിനാസിലേക്കാ മക്കളെ ചേർക്കാൻ. രാജേഷേ, നല്ല കാര്യം. ഉയർന്ന നിലവാരവും കലാകായിക രംഗങ്ങളിൽ മികവുമുള്ള സെന്റ് ഫിലോമിനാസ് ഉള്ളപ്പോൾ തീരുമാനം വളരെ എളുപ്പം അല്ലേ? പാരമ്പര്യമുള്ള സെന്റ് ഫിലോമിനാസ് സ്കൂളിൽ 2021-22 അധ്യയന വർഷത്തേക്കുള്ള 5-8 ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പേര് രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. മനുഷ്യ മനസ്സുകളിൽ വാക്കുകൾ കൊണ്ട് മായാജാലം തീർത്തവൻ, ആശയങ്ങൾ കൊണ്ട് ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവൻ, കാലം തികയും മുൻപേ പറന്നകന്ന പക്ഷി ശ്രീ അനിൽ പനച്ചൂരാൻ. മലയാള സാഹിത്യത്തിന് ആകസ്മികമായി നഷ്ടപ്പെട്ട പ്രതിഭ. ആ നിതാന്ത സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വയലിൽ വീണ പക്ഷികൾ എന്ന കവിത ആലപിക്കുന്നു സെന്റ് ഫിലോമിനാസ് HSS ഓഫീസ് മേധാവി ശ്രീ ഷാജു സാർ. പഞ്ചരസ്ഥമായ പക്ഷിയുടെ പാട്ടാണിത്. പ്രണയത്തിന്റെ പൂക്കൾ നെഞ്ചിൽ ചൂടി പറക്കവേ വേടന്റെ വലയിൽ വീണ ഇണപ്പറവകളുടെ വേദന. ഈ വേദന ഓരോ മർത്യാത്മാവിൻ്റെതുമാണ്. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. വെയിലെരിഞ്ഞ വയലിലന്നു നാം കൊയ്ത്തുപാട്ടു കേട്ടു പാറവേ, ഞാനൊടിച്ച കതിരു പങ്കിടാം കൂടണഞ്ഞ പെൺകിടാവു നീ. വേടനിട്ട കെണിയിൽ വീണു നാം വേർപ്പെടുന്നു നമ്മളേകരായി, കൂട്ടിലന്നു പങ്കുവെച്ചൊരാ പൊൻകിനാക്കളിനി വിരിയുമോ. ചാഞ്ഞ കൊമ്പിലന്നു ശാരികേ ഊഞ്ഞലാടി പാട്ടുപാടി നീ, നിന്റെ ചിറകിൽ ചൂടു തേടി ഞാൻ ചിറകടിച്ച ചകിത കാമുകൻ. നിന്റെ ചിറകിൽ ചൂടു തേടി ഞാൻ ചിറകടിച്ച ചകിത കാമുകൻ. വാണിഭച്ചരക്കു നമ്മളീ തെരുവിൽ നമ്മൾ വഴി പിരിയുവോ, വേടനെന്നെ വിട്ടിടുമ്പോ നീ വേദനിച്ചു ചിറകടിക്കലാ. നിന്നെ വാങ്ങുമേതൊരുവനും ധന്യനാകുമെൻ്റെ ഓമനേ, എൻ്റെ കൂട്ടിലെന്നു മേഘനായി നിന്നെ ഓർത്തു പാട്ടു പാടും ഞാൻ. എൻ്റെ കുട്ടിലെന്നും മേഘനായി നിന്നെ ഓർത്തു പാട്ടു പാടും ഞാൻ. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം,
വഴിവിളക്കു കണ്ണു ചിമ്മുമേ വഴിയിലെന്തു നമ്മൾ പാടണം, ഈ വഴിയിലെന്തു നമ്മൾ പാടണം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ശ്രേയ ശ്രീകുമാർ. സ്റ്റാൻഡേർഡ് 9B. കേരളത്തിന്റെ വികസന പാതയിലെ നാഴികക്കല്ലുകളായി കൊച്ചിയിൽ 2 ഫ്ലൈ ഓവറുകൾ കൂടി. കൊച്ചി ടോപ്പ് ഗിയറിൽ വൈറ്റിലയിലെയും കുണ്ടന്നൂരിലെയും മേൽപ്പാലങ്ങൾ ഇന്നലെ നാടിന് തുറന്നുകൊടുത്തു. വൈറ്റില മേൽപ്പാലം രാവിലെ 9:30 കുണ്ടന്നൂർ മേൽപ്പാലം രാവിലെ 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കോടതിയിൽ പോകൂ, കർഷക സമരക്കാരോട് കേന്ദ്രം 8ാം വട്ടവും ചർച്ച പരാജയം. ന്യൂഡൽഹി കർഷക പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സംയുക്ത കിസാൻ മോർച്ചയുമായി നടത്തിയ 8ാമത്തെ ചർച്ചയിൽ കർഷക നേതാക്കളോട് സുപ്രീം കോടതിയിൽ പൊയ്ക്കൊള്ളാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. ഇരുപക്ഷവും സ്വന്തം നിലപാടുകളിൽ അടിയുറച്ചു നിന്നതോടെ ഇന്നലത്തെ ചർച്ചയും ഫലം കണ്ടില്ല. ഇന്നലെ സംസ്ഥാനത്ത് 5528 പേർക്ക് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.03. തിരുവനന്തപുരം കേരളത്തിൽ ഇന്നലെ 5528 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അറിയിച്ചു. 4088 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 435 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 5325 പേരാണ് രോഗമുക്തി നേടിയത്. ജനുവരി 16 രാജ്യം നടത്തുന്നത് ചരിത്രപരമായ ചുവടുവെപ്പ്. മോദി. ന്യൂഡൽഹി ജനുവരി 16 രാജ്യത്ത് വാക്സിൻ വിതരണം ആരംഭിക്കുന്നതോടെ കോവിഡ് മഹാമാരിക്കെതിരെയായി ഇന്ത്യ ചരിത്രപരമായ ചുവടുവെപ്പ് നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാക്സിൻ വിതരണം ആരംഭിക്കുന്ന ദിവസം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ട്വിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സ്പോർട്സ്. ഇന്ത്യക്ക് ശുഭസൂചന. സിഡ്നി 2 വിക്കറ്റിന് 206 റൺസിലെത്തിയ ഓസ്ട്രേലിയയെ 338 റൺസിന് പുറത്താക്കി ആദ്യം തിരിച്ചടി നൽകി ഇന്ത്യ. ശേഷം ശുഭ്മാൻ ഗില്ലിന്റെ അർദ്ധ സെഞ്ചുറിയോടെ 2 വിക്കറ്റിന് 96 റൺസ് എടുത്ത് ഓസ്ട്രേലിയക്കെതിരെയായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ വമ്പൻ തിരിച്ചുവരവ്. അനിശ്ചിതത്വത്തിൽ ഒളിമ്പിക്സ്. ടോക്കിയോ. ഈ വർഷത്തേക്ക് മാറ്റിവെക്കപ്പെട്ട ടോക്കിയോ ഒളിമ്പിക്സിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ജൂലൈ 23 ഗെയിംസ് തുടരേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒളിമ്പിക്സ് നടക്കുമെന്ന് ഒരുറപ്പും പറയാനാവില്ലെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അംഗം സിഡ് പൗണ്ട് വ്യക്തമാക്കി. സ്കൂൾ വാർത്തകൾ. UP ക്ലാസുകളിലെ കുട്ടികൾക്ക് BRCയിൽ നിന്ന് നൽകുന്ന വർക്ക്ഷീറ്റ്, മാസ്കുകൾ, 3rd വോളിയം ടെക്സ്റ്റ് ബുക്കുകൾ എന്നിവയുടെ വിതരണം നടന്നുവരുന്നതായി ഹെഡ്മാസ്റ്റർ ശ്രീ സാലു തൈക്കോടൻ അറിയിച്ചു. നിങ്ങൾക്കറിയാമോ, ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. 8 മിനിറ്റാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. സൂര്യൻ കഴിഞ്ഞാൽ പ്രോക്സിമ സെഞ്ചുറി എന്ന നക്ഷത്രമാണ് പിന്നെ ഭൂമിയോട് ഏറ്റവും അടുത്തത്. പക്ഷേ പ്രോക്സിമ സെഞ്ചുറിയിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ 5 വർഷത്തോളം സമയമെടുക്കും. വാർത്തകൾ അവസാനിക്കുന്നില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി റേഡിയോ പ്രിയർ വീണ്ടും വരും. നന്ദി. വീണ്ടും ഒരു തകർപ്പൻ എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണാം. ഞാൻ അഖിൽ രാജു. ഞാൻ സ്റ്റീഫന ഫ്രാൻസിസ്. സൈനിങ് ഔട്ട്.